കർത്താവിൻ്റെ ധന്യനാമം ഈ നല്ല ദിവസം മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങളോട് ഒരുമിച്ച് ഈ മീഡിയയിലൂടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം ഒരുക്കി തന്ന വിലയേറിയ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ അതിയായി സ്തുതിക്കുകയാണ്. പ്രത്യേകിച്ച് ദൈവവിളി എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് ആമേൻ നിങ്ങളോട് ഒരുമിച്ച് പങ്കുചേരാൻ കർത്താവ് തന്ന അവസരം ഏറ്റവും വിലയേറിയതായി ഞാൻ കാണുന്നു. ലോകം അതിൻ്റെ അന്ത്യഘട്ടത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവവിളിയുടെ പ്രസക്തി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ലോകത്തിൽ 3 തരത്തിൽപ്പെട്ട മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഒന്ന്, ദൈവവിളി കേട്ട മനുഷ്യർ. 2, ദൈവമില്ല എന്ന് പറയുന്നവർ. 3, ദൈവവും വേണം ഈ ലോകവും വേണം എന്ന് ചിന്തിച്ച് മുന്നോട്ട് ജീവിതം നയിക്കുന്നവർ. ഇവരുടെ നടുവിൽ ഏറ്റവും പ്രസക്തിയുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂട്ടം പേരാണ് ദൈവത്തിൻ്റെ വിളി കേട്ട ദൈവത്തിൻ്റെ ജനം. വേദപുസ്തകം വായിക്കുമ്പോൾ ദൈവവിളിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അനവധി വ്യക്തികളെ ദൈവം വിളിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരുമ്പോൾ 66 പുസ്തകമുള്ള ഈ വേദപുസ്തകത്തിനകത്ത് അനവധി ദൈവഭക്തന്മാരെ, ദൈവദാസിമാരെ ദൈവം വിളിച്ച വിളി നമുക്ക് ഏറ്റവും വലുതായി കാണുവാൻ കഴിയുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അബ്രഹാം എന്നറിയപ്പെടുന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ വിശ്വനാഗരികതയുടെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന മെസ്സപ്പൊത്തോമിയയുടെ ദക്ഷിണഭാഗത്ത് ഫലപുഷ്ടമായ ഡെൽറ്റ പ്രദേശത്ത് ഏകദൈവ വിശ്വാസത്തിൽ അടിത്തറ ഉറപ്പിച്ച് വിഗ്രഹാരാധന മതപശ്ചാത്തലത്തിൽ വളർന്നു വന്ന ഒരു വ്യക്തിയാണ് അബ്രഹാം. അബ്രഹാം ഷേമി വംശജനായിരുന്നു. അവൻ്റെ പിതാവ് തേരകായിരുന്നു. വേദപുസ്തകം വായിക്കുന്നു, അപ്പൻ്റെ ജോലി എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ വിൽക്കുകയും ചെയ്യുന്ന ഒരു പാരമ്പര്യമായൊരു ജോലിയായിരുന്നു തേരകന്. ആ കുടുംബത്തിൻ്റെ അകത്ത് അബ്രഹാം ജീവിക്കുമ്പോൾ നോക്കണമേ, സത്യദൈവത്തെ കണ്ടെത്തുവാൻ യാതൊരുവിധമായ മാർഗവുമില്ലാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം അബ്രഹാമിനെ വിളിക്കുവാനിടയായി. ഞാനതിനെ ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ വിചിന്തനം ചെയ്യാറുണ്ട്. അബ്രഹാമും തൻ്റെ ഭാര്യയാകുന്ന സാറായുമായിട്ട് അവർ വിവാഹം കഴിഞ്ഞു. അവർക്ക് തലമുറ ഇല്ലാതിരിക്കുമ്പോൾ അബ്രഹാം ഒരുപക്ഷെ തൻ്റെ ഭാര്യയാകുന്ന സാറയും കൂട്ടി തൻ്റെ അപ്പൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന വിഗ്രഹങ്ങളുടെ അടുക്കൽ വന്നിട്ട് ആ വിഗ്രഹങ്ങളോട് തങ്ങളുടെ ആവശ്യങ്ങളെ അറിയിക്കുവാനിടയായി. എന്നാൽ ഒരു ദിവസമായി, 2 ദിവസമായി, ഒരാഴ്ചയായി, 2 ആഴ്ചയായി, പക്ഷേ തൻ്റെ വാക്ക് കേൾക്കാൻ, ഒരു മറുപടി പറയാനോ ആ അപ്പൻ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ദൈവങ്ങൾക്ക് സാധിച്ചില്ല. അപ്പോൾ അബ്രഹാമിൻ്റെ ബുദ്ധിയിൽ പെട്ടെന്നൊരു ചിന്ത വന്നു. അവൻ ഒരു ദിവസം ചെന്ന് ആ ദൈവങ്ങളെ സൂക്ഷ്മമായി നോക്കിയപ്പോൾ മനസ്സിലായത്, എൻ്റെ അപ്പൻ ഉണ്ടാക്കി വെച്ച ദൈവങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും അവ കാണുന്നില്ല, ചെവിയുണ്ടെങ്കിലും അവ കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും അവ മണക്കുന്നില്ല, വായുണ്ടെങ്കിലും അവ സംസാരിക്കുന്നില്ല, കൈയുണ്ടെങ്കിലും അവ പ്രവർത്തിക്കുന്നില്ല, കാലുണ്ടെങ്കിലും അവയ്ക്ക് നടക്കുന്നില്ല. ഉടനെ അബ്രഹാമിൻ്റെ ബുദ്ധിമണ്ഡലങ്ങളിൽ ഇങ്ങനൊരു ചിന്ത തോന്നി, എൻ്റെ അപ്പൻ ഉണ്ടാക്കിയതാണോ ദൈവം, അതോ എൻ്റെ അപ്പനെ ഉണ്ടാക്കിയതാണോ ദൈവം? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ഉണ്ടാക്കുന്നതല്ല ദൈവം, നമ്മെ ഉണ്ടാക്കിയവനാണ് ദൈവം എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പലപ്പോഴും നാം ഉണ്ടാക്കി വെച്ചതിനെ നാം ദൈവങ്ങളായി ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ്റെ കൈപ്പണികൾ കൊണ്ട് ദൈവത്തെ ഉണ്ടാക്കുവാനോ ദൈവത്തെ ഒരു ഭാഗത്തൊതുക്കുവാനോ നമുക്ക് കഴിയത്തില്ല. പ്രത്യുത നാം ഉണ്ടാക്കുന്നവനല്ല ദൈവം, നമ്മെ ഉണ്ടാക്കിയവനാണ് ദൈവം. അബ്രഹാം ഇങ്ങനെ ചിന്തിച്ച് കാണും, എൻ്റെ അപ്പൻ ഉണ്ടാക്കിയതല്ല ദൈവം, എൻ്റെ അപ്പനെ ഉണ്ടാക്കിയ, എന്നെ ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ട്. ഒരുപക്ഷെ അബ്രഹാം തൻ്റെ ഭവനത്തിലേക്ക് വന്നിട്ട് തൻ്റെ റൂമിലേക്ക് കയറി സ്വർഗത്തിലേക്ക് കരമുയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു കാണും, എന്നെയും എൻ്റെ അപ്പനെയും ഉണ്ടാക്കിയ ഒരു ദൈവമുണ്ടെങ്കിൽ വെളിപ്പെടണമേ എന്ന് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും. അദൃശ്യനായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവം, ഭൂമിയെ നാസ്തിത്വത്തിന്മേൽ തൂക്കിയവൻ, തൻ്റെ ഉള്ളം കൈകൊണ്ട് വെള്ളമളന്നവൻ, ചാണുകൊണ്ട് ആകാശത്തിൻ്റെ പരിണാമമെടുത്തവൻ, ഭൂമിയുടെ പൊടിയെ നാഴികയ്ക്കുള്ളിൽ കൊള്ളിച്ചവനായ ദൈവം അബ്രഹാമിനെ വിളിച്ചു. അബ്രഹാമേ, നീ തേടുന്ന സത്യദൈവം ഞാനാണ്, ഞാൻ എൽ ഷദായിയാണ്,
ഞാൻ സർവ്വശക്തിയുള്ള ദൈവമാണ്. ആ ദൈവം അബ്രഹാമിനെ വിളിച്ചിട്ട് പറയുക, നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും മൃദുഭവനത്തെ എല്ലാം വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക. അങ്ങനെ തേജോമനായ ദൈവം അബ്രഹാമിന് വചനം പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വിളി മാത്രമല്ല അബ്രഹാം കേൾക്കാനിടയായത്, ദൈവം അവന് പ്രത്യക്ഷനായി. വചനം പറയുന്നു, തേജോമനായ ദൈവം അവന് പ്രത്യക്ഷനായി. ആരാണ് ഈ തേജോമനായ ദൈവം? യോഹന്നാൻ 1:14 പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആ തേജോമനായ ദൈവം അത് യേശുക്രിസ്തുവാണ്. ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഉള്ള തേജസ്സായി കണ്ടു എന്ന് വചനം പറയുന്ന പോലെ ദൈവത്തെ മുഖാമുഖമായി അവൻ കണ്ടു. ദൈവത്തിൻ്റെ മഹനീയമായ ശബ്ദം കേട്ടു. അബ്രഹാം ഇറങ്ങിത്തിരിക്കുവാനിടയായി. ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരാനിടയായി. ദൈവം ഓരോരുത്തരെയും ഓരോ രീതികളിലാണ് വിളിക്കുന്നത്. എല്ലാവരെ പറ്റി പറയുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. വേദപുസ്തകം വായിക്കുമ്പോൾ യാഗെന്ന ദൈവത്തെ യാഗം കഴിപ്പാൻ വേണ്ടി യാഗപീഠത്തിലേക്ക് യാഗവസ്തുക്കളുമായിട്ട് ദൈവത്തിൻ്റെ ജനം കടന്നു വരുമ്പോൾ വചനം പറയുന്ന ഏലി എന്നറിയപ്പെടുന്ന പുരോഹിതൻ്റെ മക്കൾ ആരാധനയെ യാഗത്തെ അലക്ഷ്യമാക്കി തൻ്റെ ജനം കൊണ്ടുവന്ന് കലത്തിലും ചട്ടുകത്തിനകത്തും ഇട്ട് വേവിക്കുന്ന ഇറച്ചിയെ മുപ്പല്ലി കൊണ്ടുവന്ന് കുത്തിയെടുത്ത് ആത്മീക ആരാധനയ്ക്ക് കളങ്കം വരുത്തി, ആത്മീക ആരാധനയ്ക്ക് ദോഷം വരുത്തി. ഏലിയുടെ മക്കൾ ഞങ്ങൾ പുരോഹിതന്മാരുടെ മക്കൾ എന്ന് അഭിമാനിച്ച് അവർ പരാജയത്തിൻ്റെ പടുകുഴികളിലേക്ക് അവർ തള്ളി നീങ്ങുമ്പോൾ വേദപുസ്തകം വായിക്കുന്നു, കണ്ണുനീരോടുകൂടി അമ്മ കരഞ്ഞു ചോദിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചെടുത്ത ഹന്നയുടെ മകനായ ശമൂവേൽ, വേദപുസ്തകം വായിക്കുന്നു, അമ്മ അവനെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ദൈവത്തോട് കൊടുത്ത നേർച്ചപ്രകാരം കൊണ്ടുവന്ന് ഏൽപ്പിക്കുവാനിടയായി. ആ ചെറുപ്പക്കാരൻ, വേദപുസ്തകം വായിക്കുന്നു, ഈ ലോകത്തിലെ ഏലിയുടെ പുത്രന്മാരെ പോലെ ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകാതെ നിലവിളക്ക് അണയുന്നതിന് മുൻപ് തന്നെ ദേവാലയത്തിൽ ചെന്ന് അവൻ കിടക്കുവാനിടയായി. വചനം ദുർബലമായിരുന്ന ഒരു കാലഘട്ടം, ദർശനം ഇല്ലാതിരുന്നൊരു വല്ലാത്തൊരു കാലഘട്ടം. ആ സമയത്തും വചനം പറയുന്നു, ആ പൈതൽ ദേവാലയത്തിൽ അവൻ കിടന്നുറങ്ങുകയാണ്. എത്ര തലമുറകൾ നമുക്കറിയാം. ഇന്ന് യുവത്വത്തിൽ മുട്ടിടുന്ന അനവധി സുന്ദര സ്വപ്നങ്ങൾ പൂവണിയുന്നതിന് മുമ്പ് ശത്രു തകർത്തു കളയുന്ന ഈ കാലഘട്ടങ്ങൾ, കഞ്ചാവും മദ്യപാനങ്ങളും ലോകത്തിൻ്റെ ലഹരി പദാർത്ഥങ്ങളും ഇളം തലമുറകളെ വശീകരണങ്ങളിലേക്കും പാപങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവഭയത്തോടും ദൈവാശ്രയത്തോടും കൂടി ജീവിക്കുന്ന ഒരു കൂട്ടം തലമുറകളെ ദൈവത്തിന് ഈ കാലഘട്ടത്തിൽ ആവശ്യമെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. വചനം പറയുന്നു, ഏലിയുടെ മക്കൾ പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ച് ബോധരഹിതരായി കിടക്കുമ്പോൾ ദൈവം എന്നോട് സംസാരിക്കണം എന്നുള്ള ആത്മകാഴ്ചപ്പാടോടെ ദേവാലയത്തിൽ കിടന്നുറങ്ങിയ ഒരു ശമൂവേലിനെ ദൈവം വിളിക്കുവാനിടയായി. ശമൂവേലേ, ശമൂവേലേ എന്ന് വിളിച്ചു. ആ കൊച്ചു ബാലന് ആ ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവൻ കരുതി ഏലി എന്നെ വിളിക്കുകയാണ്. അവൻ ഏലിയുടെ അടുക്കൽ പോയി ചോദിച്ചു, യജമാനെ അങ്ങനെ വിളിച്ചുവോ? ഏലി പറഞ്ഞില്ല മോനെ, നിന്നെ ഞാൻ വിളിച്ചില്ല. വീണ്ടും അവൻ പോയി കിടന്നുറങ്ങിയ. രണ്ടാമതും ദൈവം അവനെ വിളിച്ചു. അവൻ വീണ്ടും പോയി ചോദിച്ചു, യജമാനൻ എന്നെ വിളിച്ചു? ഇല്ല മോനെ, ഞാൻ നിന്നെ വിളിച്ചില്ല. മൂന്നാമതും പോയി കിടന്നുറങ്ങുന്നവനെ സ്വർഗം വിളിക്കുകയാണ്. അവിടെ ഏലിയുടെ അടുക്കലേക്ക് പോയപ്പോൾ ഏലിക്ക് മനസ്സിലായി, ഇവനെ വിളിച്ചത് ഞാനല്ല, വിളിക്കേണ്ടവനാണ് ഇവനെ വിളിച്ചത്. അതേ പ്രിയപ്പെട്ടവരെ, ആ ഏലി അവനോട് പറഞ്ഞു, മകനെ, ഇനി നീ ഒരു ശബ്ദം കേൾക്കുന്നെങ്കിൽ ഇപ്രകാരം പറയണം, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഓ ഹല്ലേലൂയ. നോക്കണമേ, ആ ശമൂവേലിനെ ദൈവം വിളിക്കുമ്പോൾ അവൻ ഇതാ അടുത്ത് പറയുകയാണ്, യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, ഓരോ വ്യക്തികളെയും ദൈവം ഓരോ രീതികളിലാണ് വിളിക്കുന്നത്. ഗലീല കടൽപ്പുറത്ത് മീൻപിടുത്തക്കാരനായ പത്രോസിനെ വേദപുസ്തകം പറയുന്നു, വല അവൻ കഴുകിക്കൊണ്ടും നന്നാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവം വിളിക്കുകയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. നമുക്കറിയാം, ചുങ്കം പിരിവുകാരനായ മത്തായിയും കർത്താവ് വിളിക്കുക. ഓരോരുത്തരെയും ഓരോ സാഹചര്യങ്ങളിൽ വിളിക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ
ദൈവം എന്നെ വിളിച്ച വിളി എത്ര തന്നെ വർണ്ണിച്ചാലും മതി വരാത്തത് ആണെന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. ക്രൈസ്തലോട് ഞങ്ങളൊരു പാരമ്പര്യ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളരുവാൻ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. എന്നാൽ പേരിൽ ക്രിസ്ത്യാനിയാണെങ്കിലും ക്രിസ്തുവുമായിട്ട് യാതൊരുവിധമായ ബന്ധവുമില്ലാത്ത ഒരനുഭവത്തിലായിരുന്നു ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും. പ്രിയമുള്ളവരെ, ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടോ ക്രിസ്തീയ പേരുള്ളതുകൊണ്ടോ പള്ളിയിൽ പോകുന്നത് കൊണ്ടോ ഒരുവൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നില്ല. പ്രത്യുത ഒരുവൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാകുന്നത് അവൻ്റെ പേരിൽ ക്രിസ്ത്യാനിത്വം ഉള്ളതുകൊണ്ടോ അവൻ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല. പ്രത്യുത ക്രിസ്തു അവനിലും അവൻ ക്രിസ്തുവിലും ആകുമ്പോഴാണ് ഒരുവൻ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയായി മാറുന്നത്. എൻ്റെ ഉള്ളിൽ മാത്രം ക്രിസ്തു ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും ക്രിസ്ത്യാനിയായി മാറുന്നില്ല. പിന്നെയോ എൻ്റെ ഉള്ളിൽ ഈ ക്രിസ്തു ഉള്ളപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ ഉള്ളിലും ഞാൻ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയായി മാറുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് യേശു പറഞ്ഞു, ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പക്ഷേ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവരാകാം. പക്ഷേ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലും ക്രിസ്തുവിൻ്റെ ഉള്ളിലും നിങ്ങളും ഇല്ലാത്ത കാലത്തോളം നിങ്ങൾക്ക് പ്രശംസിപ്പാൻ യാതൊരു വകയുമില്ല. എന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലും ക്രിസ്തുവിൻ്റെ ഉള്ളിലും നിങ്ങളായി തീരട്ടെ. ഈ യോഗത്തിലൂടെ, ഈ മീറ്റിങ്ങിലൂടെ ഉണ്ടായിത്തീരുന്നൊരു ആത്മീക അനുഭവങ്ങളിലേക്ക് ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളുടെ മാതാപിതാക്കൾ ക്രിസ്ത്യാനിയായിരുന്നെങ്കിലും ക്രിസ്തുവുമായിട്ട് ഒരു ബന്ധമില്ലാതെ കഴിഞ്ഞ സാഹചര്യത്തിൽ ആമോസിൻ്റെ പ്രവചനം 4:2 പറയുന്നു, ഞാൻ നിന്നെ കൊളുത്തുകൊണ്ടും നിൻ്റെ സന്തതിയെ ചൂണ്ടലുകൊണ്ടും പിടിക്കുന്ന ദൈവം. ദൈവത്തിന് ഞങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവത്തിന് ആഗ്രഹം തോന്നി. അതുകൊണ്ട് ദാവീദ് പറഞ്ഞാൽ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. എൻ്റെ 2.5 വയസ്സായപ്പോൾ എനിക്ക് ജോണ്ടിസം എന്നറിയപ്പെടുന്ന ഒരു രോഗം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി. എന്നെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു. ആ ഹോസ്പിറ്റലിനെ കൈവിട്ടു. രണ്ടാമത്തെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ അവർ കൊണ്ടുചെന്നു. എന്നെ നെറ്റി വഴി ഇഞ്ചക്ഷൻ ചെയ്തു. ഇഞ്ചക്ഷൻ കയറിയില്ല. എൻ്റെ ശരീരത്തിൽ കയറി അവർ മരുന്നുകൾ അടയ്ക്കാൻ നോക്കി. പക്ഷേ മരുന്നുകൾ എൻ്റെ ശരീരത്തിലും കയറാതെ 100-ൽ 98% മെഡിക്കൽ സയൻസ് പ്രകാരം ഞാൻ മരിച്ചു എന്നല്ലെങ്കിൽ രക്ഷയില്ലെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞ് ഡോക്ടേഴ്സ് എന്നെ എടുത്ത് എൻ്റെ മാതാപിതാക്കളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി മെഡിക്കൽ സയൻസിന് ഇവനെ ട്രീറ്റ് ചെയ്യാൻ യാതൊരു വിധമായ മരുന്നുകളുമില്ല. ഇനി ഇവൻ രക്ഷപ്പെടില്ല. 100-ൽ 98% ഇവൻ മരിച്ചു പോകും. ഇവനെ കൊണ്ടുപോയിക്കൊള്ളുക. അങ്ങനെ എന്നെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുമ്പോൾ അടുത്തുള്ളൊരു ദൈവത്തിൻ്റെ ദാസൻ, ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ചൊരു ദൈവത്തിൻ്റെ ദാസനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഈ മകനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നെങ്കിൽ യേശു എൻ്റെ ജീവനെ തിരികെ തരുവാൻ പോകുക. ഈ ഒരു വാക്ക് പ്രൈസുള്ള ദൈവദാസനിലൂടെ കേട്ടപ്പോൾ തന്നെ ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത എൻ്റെ മാതാപിതാക്കൾ അവരൊരു തീരുമാനമെടുത്തു. കർത്താവ് ഡോക്ടർമാർ തള്ളിക്കളഞ്ഞ മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ച ഈ മകനെ ദൈവം ഞങ്ങൾക്ക് തിരികെ തന്നാൽ, ഒന്ന്, ഞങ്ങൾ സത്യത്തിലും ആത്മാവിലും ഈ ദൈവത്തെ ആരാധിക്കുവാനിടയാകും. 2, ഇവൻ വളർന്നു വരുമ്പോൾ ഇവൻ രാഷ്ട്രീയത്തിനു വേണ്ടി കൊടിപിടിക്കത്തില്ല. ഇവൻ പോർക്കളമേടുകൾ പടതീർത്തവനെ പ്രസാദിപ്പിക്കുന്ന ഒരു പടയാളിയായി ഇവൻ മാറുവാനിടയാകും. അങ്ങനെ മാതാപിതാക്കൾ ദൈവത്തോട് തീരുമാനമെടുത്തപ്പോൾ ദൈവം ദൈവത്തിൻ്റെ ദാസൻ അല്പം വെളിച്ചെണ്ണ എടുത്ത് കൈക്കുമ്പിൾ ഒഴിച്ച് സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ച അനന്തരം എൻ്റെ ഉച്ചന്തലമേൽ ഒഴിക്കുവാനിടയായി. ആ നിമിഷം തന്നെ യേശു എൻ്റെ മേൽ തൻ്റെ സൗഖ്യത്തെ പകരുവാനിടയായി. ഞാൻ കണ്ണുകൾ തുറന്നു. ആ ദൈവിക സൗഖ്യം ഞാൻ അനുഭവിപ്പാനിടയായി. അങ്ങനെ എൻ്റെ പപ്പയുടെ സ്വദേശം ട്രിവാൻഡ്രത്തിനടുത്ത് പുടിയറക്കോണമാണ്. ഞങ്ങളുടെ വീടിനടുത്തുള്ള സഭയാണ് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ വിളപ്പിൽ സഭ. ആ സഭയിൽ ഞങ്ങൾ സൺഡേ സ്കൂളും ആരാധിക്കാനൊക്കെ പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറയും, മകനെ 2.5 വയസ്സായപ്പോൾ നീ മരിച്ചു പോകേണ്ടവനാ, യേശുവാണ് നിന്നെ ഞങ്ങൾക്ക് തന്നത്, അതുകൊണ്ട് നീ ദൈവവേല ചെയ്യണം. എന്നാൽ അന്നൊക്കെ എനിക്ക് അതിനോട് വളരെ പുച്ഛമായിരുന്നു. യേശുവിന് ഇഷ്ടമാണ്
ആരാധനയും കയ്യടി സൺഡേ സ്കൂളൊക്കെ ഇഷ്ടമാണ്. എന്നാൽ സുവിശേഷ വേലയോട് എനിക്ക് ഒരു താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു. മറ്റൊന്നുമല്ല, സുവിശേഷ വേല എന്ന് പറഞ്ഞാൽ വേറെ ജോലിയും കൂലിയും ഇല്ലാതെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി നടക്കുന്ന ഒരു മാർഗമാണ് എന്നുള്ളൊരു രീതി പണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് കൊണ്ട് എൻ്റെ ആഗ്രഹം വളർന്നു വലുതാകുമ്പോൾ ഒരു എൻജിനീയറോ ഒരു SIയോ ആകണം എന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഞാനിങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് എൻ്റെ SLCയുടെ പരീക്ഷകൾ ഞാൻ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രിയിൽ പരിശുദ്ധാത്മാവ് എൻ്റെ റൂമിലേക്ക് വന്നിട്ട് വളരെ ശക്തമായി എന്നോട് പറഞ്ഞു, മകനെ, 2.5 വയസ്സായപ്പോൾ മരിച്ചു പോകേണ്ട നിന്നെ ഞാൻ ജീവനോടെ തന്നത് നീ നിനക്ക് വേണ്ടിയുള്ളവനല്ല, നീ എനിക്ക് വേണ്ടിയുള്ളവനാ. നീ എൻ്റെ വാക്ക് കേട്ട് എൻ്റെ വേലയ്ക്ക് വേണ്ടി നീ ഇറങ്ങിയാൽ ഞാൻ നിന്നെ അനുഗ്രഹിപ്പാനിടയാകും. ഇല്ല, നീ നിൻ്റെ വഴിയിൽ തിരഞ്ഞെടുത്താൽ നിന്നെ ഞാൻ പകുതി വഴിയിൽ വെച്ച് ഞാൻ നിന്നെ പരാജയപ്പെടുത്തുവാനിടയാകും. ഈ ദൈവശബ്ദത്തിൻ്റെ മുമ്പിൽ ഞാൻ ഒരപ്പനടിച്ച് കരയുന്ന ഒരു മകനെപ്പോലെ അന്ന് രാത്രി ഞാൻ കരഞ്ഞിട്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, നാഥാ, അങ്ങനെ ഇത്രയും സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ആയുസ് ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ ആരോഗ്യം ഞാൻ നിനക്ക് തരുന്നു, എൻ്റെ സമയത്തെയും എനിക്കുള്ളതിനൊക്കെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി തരുന്നു. അങ്ങനെ എൻ്റെ SLCയുടെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനൊരു തീരുമാനമെടുത്ത് അടുത്ത് ഞാൻ ജയിച്ചാലും തോറ്റാലും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ബൈബിൾ കോളേജിൽ പോകുമെന്ന് പറഞ്ഞ് തീരുമാനമെടുക്കുകയും ഞാൻ 15-ാമത്തെ വയസ്സിൽ തന്നെ യേശുക്രിസ്തുവിന് വേണ്ടി ഇറങ്ങുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ഇന്ന് 43 വയസ്സ് എനിക്ക് കഴിഞ്ഞ് 44ലേക്ക് വരാൻ പോവുകയാണ്. ഈ ഏകദേശം 30 വർഷത്തോളം ഈ സർവശക്തനായ ദൈവത്തെ ഉയർത്തുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. എൻ്റെ ജീവിതത്തിൻ്റെ പുറകിലേക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം യേശു അപ്പച്ചൻ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങൾ ഓർക്കുമ്പോൾ എത്ര തന്നെ വർണ്ണിച്ചാലും മതി വരത്തില്ല. ഏറ്റവും വലിയ ഭാഗ്യം ഈ ലോകത്തിൻ്റെ സ്വാഭാവികമായ ഇൻപങ്ങളിൽപ്പെട്ട് ജീവിക്കാൻ കഴിയുന്നതല്ല ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിൻ്റെ ഒരു പൈതലായി ജീവിത അന്ത്യത്തോളം ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനേക്കാൾ അപ്പുറം ഒരു ഭാഗ്യമില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾക്കറിയാമോ, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഒരു ബൈബിൾ കോളേജിലാണ് പഠിച്ചത്. അതുപോലെ ഇന്ന് അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ തന്നെ 3ാമത്തെ സഭയിലാണ് ഞാനായിരിക്കുന്നത്. തേവൻകോട് എന്നറിയപ്പെടുന്ന സഭയിൽ ഞങ്ങൾ കുടുംബമായി ദൈവം എനിക്കും എൻ്റെ ഭാര്യയും അതുപോലെ 2 മക്കളെ ദൈവം തന്നു. എൻ്റെ ഭാര്യയുടെ പേര് മിനി എന്നാണ്, എൻ്റെ മക്കളുടെ പേര് പ്രൈസി എം ബ്ലസ്സി എന്നാണ്, മകൻ്റെ പേര് പ്രൈസൻ കെ ബ്ലസ്സൻ എന്നാണ്. ഞങ്ങൾ കുടുംബമായി കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് വേണ്ടി ഇറങ്ങിയത്, യേശുവിന് വേണ്ടി എന്നെ സമർപ്പിച്ചത്, ആ കർത്താവിനെ വിളിച്ചത് എത്രയോ വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. എന്നെ വിളിച്ച വിളി വ്യത്യസ്തമാണ്. ആ രോഗം എൻ്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് ആ കർത്താവിനെ കണ്ടു, എന്നെ ദൈവം വിളിച്ചു. പ്രിയപ്പെട്ടവരെ, ഓരോരുത്തരെയും കർത്താവ് ഓരോ വ്യത്യസ്ത രീതിയിലാണ് വിളിക്കുന്നത്. ഞാൻ പറഞ്ഞ അബ്രഹാമിനെ വിളിച്ചതൊരു രീതി, നോക്കണേ ശമൂവേലിനെ വിളിച്ച മറ്റൊരു രീതി, പത്രോസിനെ വിളിച്ചതും അതുപോലെ മത്തായിയെ വിളിച്ചതും യോഹന്നാനെ യാക്കോബിനെയൊക്കെ വിളിച്ചത് ഓരോ രീതികളിലാണ്. ഇനി പൗലൂസിനെ വിളിച്ചതോ നിങ്ങൾക്കറിയാം. റോമിൻ പൗരത്വമുള്ള ബെന്യാമിൻ ഗോത്രക്കാരനായ കോടിക്കണക്കിന് സ്വത്തിന് അവകാശിയായ ഗമാലിയൻ്റെ കാൽക്കീഴിൽ നിന്ന് വേദഭ്യാസം പിടിച്ച പരീശന്മാരിൽ അഗ്രഗണ്യനായ റോമാ മതത്തിൻ്റെ മതഭ്രാന്തനായ നമ്പർ 1 റൗഡിയും 1-ാം നമ്പർ ഗുണ്ടയുമായ ഈ ശൗൽ വചനം പറയുന്നു, മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരത്തിൻ്റെ പത്രവും വാങ്ങിക്കൊണ്ട് സുവിശേഷകരെ പീഡിപ്പിക്കുവാൻ വേണ്ടി പായുന്ന പടക്കുതിരപ്പുറത്ത് കയറി ദമസ്കോസിലേക്ക് കടന്നു പോകുമ്പോൾ സ്വർഗം മിണ്ടിയില്ല. പോടാ, നീ പൊയ്ക്കോ, നീ ഏതുവരെ പോകുമെന്ന് ദൈവത്തിനറിയാം. ഇന്ന് നാമും സുവിശേഷത്തിനും യേശുവിനും വിരോധമായി നമ്മൾ നിൽക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ചുവടുകളെ അറിയുന്നൊരു ദൈവമുണ്ട്, നമ്മുടെ നീക്കങ്ങളെ അറിയുന്നൊരു ദൈവമുണ്ട്. എന്ന ദമസ്കോസിൻ്റെ പടിവാതിക്കൽ വെച്ച് നട്ടുച്ച നേരത്ത് സൂര്യനേക്കാളും വലിയൊരു പ്രകാശം അവൻ്റെ മേൽ മിന്നി. അവൻ ഒരു പൊതിക്കെട്ട് വന്ന് താഴെ വീഴുന്നത് പോലെ
ഒരു വാഴയെ വെട്ടി തറയിലേക്ക് തള്ളിയിടുന്നത് പോലെ അവൻ വീണു, കാഴ്ച നഷ്ടപ്പെട്ടു. അവിടെ കിടന്ന് അവൻ വിളിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുക, ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്? അവൻ ചോദിച്ചു, നീ ആരാണ് കർത്താവേ? ഉടനെ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. നോക്കണമേ, അനന്യാസിനോട് ദൈവം പറഞ്ഞു, നീ ചെന്ന് ശൗലിനെ സൗഖ്യമാക്കുക. അവൻ കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുക. വചനം വായിക്കുന്നു, യേശുക്രിസ്തുവിന് വിരോധമായിട്ട് പോയ ശൗൽ ഇന്ന് യേശുക്രിസ്തു തന്നെ രക്ഷകൻ എന്ന് വിളിച്ചു പറയുന്ന ഒരു മഹത്വകരമായ ശുശ്രൂഷയിലേക്ക് താൻ വരികയാണ്. തൻ്റെ കൈകൾ കൊണ്ട് ആത്മനിറവിൽ അനവധി ലേഖനങ്ങൾ എഴുതുന്നു. ആ ലേഖനങ്ങൾ ഇന്ന് ദൈവസഭയ്ക്ക് കരുത്തുള്ള ലേഖനങ്ങളായി മാറുന്നു. അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് അത് പിടിച്ചുയർത്തിക്കൊണ്ട് നിർത്തുന്നു. എന്നെ കേൾക്കുന്നവരെ, ശൗലിനെ വിളിച്ചതും സുവിശേഷത്തിന് വിരോധമായി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ്. ഓരോരുത്തരെയും ചെയ്യും ഓരോ രീതിയിൽ വിളിക്കുന്നു. ദൈവത്തിൻ്റെ വിളി വലിയതാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് ദൈവം നിങ്ങളെ വിളിച്ചെങ്കിൽ മറ്റാരും നിങ്ങളെ വിളിക്കുന്നതിനേക്കാളും ഭാഗ്യമുള്ളതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. യേശുക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഈ ലോകം അതിൻ്റെ അന്ത്യത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ എന്തൊക്കെ നേടിയാലും, എന്തെല്ലാം വെട്ടിപ്പിടിച്ചാലും, കൊട്ടാരമായാലും നമ്മൾ വിട്ടേ മതിയാകൂ. നമ്മുടെ ഈ ലോകവാസം 7-10 ഏറെയായാൽ 80 മാത്രം. മനുഷ്യൻ്റെ ആയുസ് പുക പോലെയാണ്, ആവി പോലെയാണ്, അത് നിഴൽ പോലെയാണ്, അത് 4 വിരൽ നീളമാണ്, അത് ഉറച്ചു നിന്നാലൊരു ശ്വാസമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിൽ അഹങ്കരിക്കാനൊന്നുമില്ല. ദൈവം നമുക്ക് തരുന്ന സമയങ്ങളിൽ കർത്താവിൻ്റെ വചനത്തെ നമ്മൾ അനുസരിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥിപ്പാൻ ദൈവം നിങ്ങൾ കൃപ നൽകട്ടെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.